എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിൻ്റെ മുന്നിലാണ്. എവിടെ? നമ്മുടെ ചാലക്കുടി പനമ്പള്ളി കോളേജ് കഴിഞ്ഞ് ചാലക്കുടിയുടെയൊക്കെ അഭിമാനമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം. ഇതേ കണ്ട, ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം അവിടെ നിൽക്കണണ്ട. ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിൻ്റെ വളർച്ചയും കാര്യങ്ങളും എന്താണെന്നുള്ളത് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം. ഗതികെട്ട് ഇവിടുത്തെ MLA സനീഷ് കുമാർ ജോസഫ് ഇവിടെ ഒരു സമരം നടത്തി. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാം? ഇവിടുത്തെ പ്ലാനറ്റോറിയത്തിലെ ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം പരിഹരിക്കാൻ വേണ്ടി. 7 കോടി രൂപയുടെ അടുത്തുള്ള സാധനങ്ങളാണ് ഈ പറയുന്ന ആ ഓഫീസിൻ്റെ അകത്ത് പെട്ടിയിലാക്കി വെച്ചിരിക്കുന്നത്. എന്തെന്നാ പറയുക, ഞാൻ അതൊക്കെ പോട്ടെ. ഇപ്പം എന്താ സംഭവം എന്നറിയോ? ഇപ്പോഴത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ടില്ല. ഏകദേശം ഒരാഴ്ചയുടെ അടുത്തായിട്ട് ഇവിടെ കറണ്ടില്ല. എന്താണ് കറണ്ടില്ലാത്തതിൻ്റെ കാരണം? കറണ്ടില്ലാത്തതിൻ്റെ കാരണം ഇവിടുത്തെ KCB വന്ന് ബന്ധപ്പെട്ട് ഫീസ് കുത്തണ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കുത്തി കഴിയുമ്പോൾ സംഗതി പ്രശ്നമാവും, കറണ്ട് പോകും. അത് നിൽക്കുന്നില്ല. അതിനുശേഷം കോട്ടയത്തു നിന്ന് ആരോ വന്നു. കോട്ടയത്തു നിന്ന് വന്നിട്ട് ഇവിടെ പരിശോധന മറ്റു കാര്യങ്ങളൊക്കെ നടത്തി. ഇവിടുത്തെ കോട്ടയത്തു നിന്ന് ഒരാൾ വന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നോക്കിയേണ്ട ആൾ പോയി. ഇപ്പോൾ എന്താ സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇതിൻ്റെ മ്യൂസിയം മറ്റു കാര്യങ്ങളൊക്കെ കാണാം. ഇപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. കാരണം ഇരുട്ടിലാണ് ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം. ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം ഇരുട്ടിൽ. ആരുടെ അനാസ്ഥയാണ് അതിന് കാരണം? ആരുടെ അനാസ്ഥയാണ്? മൊത്തത്തിൽ ഇത് അനാസ്ഥയിലാണ് നിൽക്കുന്നത്. മനസ്സിലായിണ്ട? 7 കോടി രൂപയുടെ ഉപകരണങ്ങൾ ഇവിടെയും പ്ലാനറ്റോറിയത്തിലെ ചോർച്ചയും. ഞാൻ പറഞ്ഞില്ല, സാമാന്യ ഒരു മെക്കാട്ട് പണിക്കാരൻ സാധാരണ ഒരു വീട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ചോർച്ച വരുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം സൂപ്പർ ബ്ലൂ മൂൺ പോലുള്ള പ്രതിഭാസങ്ങളൊക്കെ ഉണ്ടായി. എന്തെല്ലാം മാനത്ത് പ്രതിഭാസങ്ങൾ നടക്കുന്നു. ആ മാനത്ത് പ്രതിഭാസങ്ങൾ നടക്കുമ്പോൾ അത് കാണാനായിട്ടുള്ളതാണ് ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം. മധ്യ കേരളത്തിൽ കാശ് ചെലവഴിച്ച് പണിതിട്ടുള്ളൊരു സംഭവമാണിത്. കെട്ടുകാര്യസ്ഥതയുടെയും അനാസ്ഥതയുടെയും കേന്ദ്രമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. നിങ്ങൾ ഈ കവാടം കടന്ന് വരുമ്പോഴേ ഇവിടെ ഒരു മരം ഒടിഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. അത് ഉണങ്ങി സംഭവമായി. അത് നിങ്ങൾ എന്തിനത്? ഇത് ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം അല്ലേ? ജൈവ സാങ്കേതിക മ്യൂസിയമാണോ? വളമാക്കാൻ വേണ്ടിയിട്ടേക്കെന്താണോ അത്? അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. എന്തായാലും ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം ഇരുട്ടിലാണ്, ഇരുട്ടിൽ. ഇതിവിടെ പ്രകാശം വരും എന്നുള്ളത് ഇവിടുത്തെ ഭരണാധികാരികൾ തീരുമാനിക്കട്ടെ. ഞാനിത് പുറത്തേക്ക് കൊണ്ടുവരുന്നെന്ന് മാത്രം. അല്ലാണ്ട് ഞാൻ ആരെയും ക്രൂശിക്കാൻ വേണ്ടി പറയുന്നതല്ലത്. ആളുകളുടെ പണം ചെലവാക്കി, ജനങ്ങളുടെ പണം ചെലവഴിച്ച്, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കുട്ടികൾക്ക് ശാസ്ത്രീയമായിട്ട് വളരുവാനും ശാസ്ത്രജ്ഞരാവാനൊക്കെ വേണ്ടിയിട്ടുള്ള അവരുടെ സ്വപ്നങ്ങൾക്ക് പൂർത്തീകരണം ഉണ്ടാകാൻ വേണ്ടി ഉണ്ടാക്കിയ സംഭവം കിടക്കണ സംഗതിയാണിത്. ഇരുട്ടിൽ ആർക്ക് എന്ത് നടപടിയെടുക്കാൻ സാധിക്കും? കഴിവുള്ളവരുണ്ടെങ്കിൽ ഇടപെടട്ടെ. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പോൾ ഇതാണ് മേഖലാ ശാസ്ത്ര കേന്ദ്രം. പലവിധ കാരണങ്ങൾ കൊണ്ടും ഇവിടുത്തെ പ്രവേശനം പല സ്ഥലങ്ങളിലും തടസ്സപ്പെട്ടിരിക്കുകയാണ്. പ്ലാനറ്റോറിയത്തിനായി കെട്ടിട നിർമ്മാണം കഴിഞ്ഞതാണ്, പ്രവർത്തന സജ്ജമായിട്ടില്ല. കെട്ടിടത്തിൻ്റെ ചോർച്ചയാണ്. 2 കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഡിജിറ്റൽ അഡ്വഞ്ചർ ഗാലറിയും ഇതുവരെ തുറന്നിട്ടില്ല. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലാണ് കേട്ടോ ഈ കേന്ദ്രം. എന്താ പറയുക, ഇതാണ് കിടക്കണ കിടപ്പ് കണ്ട